എന്താടി ഏത് നേരം ഈ തലയിറക്കം തന്നെയാ? എപ്പൊ നോക്കിയാൽ അസുഖമല്ലടി. കല്യാണം 4 വർഷമല്ലേ, എപ്പോഴും ഇതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ തന്നെ പണി. നിന്റെ വീട്ടുകാരെല്ലാം കൂടി ഒരു തൈലാക്കിയതാണോ? അവിടെ കിടക്കാടന്നു. ഇതൊരു ശല്യായാലോ. അവിടെ കിടന്നോ? കുറച്ച് എണിച്ചു പോകണം. നാശം പിടിക്കാൻ. മോനെ അല്ല, എന്റെ ചേച്ചി അറിയാണ്ട് ഏത് പണ്ടെടുത്ത് ചാറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്? അല്ല, ആര്? എനിക്ക് ഒരാൾക്ക് മെയിൽ അയച്ചുകൊണ്ടിരിക്കുന്നു. എന്താ സർപ്രൈസ് ആയിട്ട്? ഒന്നുമില്ല, നിങ്ങളെ കാണാൻ തോന്നിയപ്പോ ചുമ്മാ ഇറങ്ങിയതാ. കറണ്ട് ഇല്ല തോന്നുന്നു അല്ലേ? ഞാൻ കുറെ നേരം കുത്തി നോക്കി, പിന്നെ സൗണ്ട് കേട്ടപ്പോ ഇങ്ങോട്ട് വന്നതാ. അല്ല, എന്റെ ചേച്ചിയുടെ നിന്റെ ചേച്ചിനെ കുറിച്ച് ഒന്നും പറയാതിരിക്കുന്ന മോളെ നല്ലത്. ഒരു ഞായറാഴ്ചയായിട്ട് പുറത്തിറങ്ങി സിനിമ കാണാൻ പറഞ്ഞിട്ടേ നിവിൻ പോളിന്റെ പടത്തിന് 2 ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്താ. രാവിലെ എന്നെ മൂപ്പത്തെ അടുക്കളയിൽ തലകുറ്റി വീണു. എന്ത് പറയാൻ, ഇതുവരെയായിട്ട് ഭക്ഷണവും കഴിച്ചിട്ടില്ല. ഇന്നത്തെ ഞായറാഴ്ച കോളായി എത്ര തന്നെ. അയ്യോ, ചേച്ചി എന്ത് പറ്റി? എന്ത് പറ്റാനടോ? നിന്റെ ചേച്ചി മര്യാദയ്ക്ക് തിന്നും കുടിക്കൊന്നുമില്ല. ഏത് വെറുതെ. ഇതിപ്പോ എപ്പോ നോക്കിയാലും അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ തന്നെ എനിക്ക് പണി. മടുത്തു. ആളെ കിടക്കുന്നുണ്ട് ഇപ്പൊ. ഏട്ടങ്ങനെ ഡെസ്പ് ആവില്ലേ? ഇപ്പൊ ഞാൻ വന്നില്ലേ, ഭക്ഷണമൊക്കെ ഞാൻ സെറ്റ് ചെയ്തോളാം. ഒന്ന് ചേച്ചിനെ കണ്ടിട്ട് വരാം. ഇപ്പോഴെന്തൊരു സ്മാർട്ടാ. അതിന്റെ പകുതി ചെയ്യാൻ പോലും അതിനില്ലാലോ. അനിയത്തിന് കിട്ടിയാൽ മതിയായിരുന്നു. ഇപ്പൊ തലയിലായി പോലെയാലോ. എന്താടി ചേച്ചി, നിനക്ക് എന്താ പറ്റിയത്? നീ എപ്പോഴാ മോളെ വന്ന്? ഞാനൊക്കെ വന്നു. നിനക്ക് എന്താ പറ്റിയ പറ ആദ്യം. ഒന്നുമില്ലടി, രാവിലെ ഒന്ന് തലകറങ്ങി വീണതാ. നിനക്ക് എപ്പോഴും ഇതന്നെയാ പണി? മര്യാദയ്ക്ക് ഭക്ഷണം ഒന്നും കഴിക്കലില്ല? എന്ത് കോലോടിയത്? ഞാനെപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടടി. കഴിക്കുന്നൊക്കെ ഉണ്ട്. മെഷീൻ ഒരാഴ്ചയായി കേടായിട്ടെ കുറെ തുണികൾ ഒരുമിച്ചങ്ങോട്ട് അലക്കി, പിന്നെ അടിച്ചു തുടയ്ക്കുമ്പോഴേക്കും ആ കൂടെ എന്തോ ഒരു. പിന്നെ ഈ ചെറിയ വീട്ടിൽ പണിയെടുത്തിട്ട് അങ്ങനെ കുഴഞ്ഞു വീഴല്ലേ? ഇനി ഇത് നീ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാനിട്ടാ. പാവം ആയിട്ട് നോക്ക്, ഞായറാഴ്ചയായിട്ട് നിന്നെ കൊണ്ട് പുറത്തു പോകാനും സിനിമയൊക്കെ ബുക്ക് ചെയ്തിരിക്കുക. ഭർത്താക്കന്മാരാകുമ്പോ കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അതിനനുസരിച്ച് നിനക്ക് നിന്നൂടെ? ഏത് നേരം അസുഖം പഠിക്കണം. അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും അഞ്ചു. എപ്പോഴും തന്നെ പരിപാടി. എന്തായാലും എന്റെ ഞായറാഴ്ച കുളമായി. സാരമില്ല, ഇങ്ങനെ നെഗടിക്കല്ലേ. എത്ര മണിക്കാട്ടോ ഷോ? ഷോ 2:30-ക്കാണോ? ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം? 11:50 ഇപ്പൊ പോയാലും പോരെ? ഇനി ഇവിടെ ഒന്ന് എണീപ്പിച്ച് ഉഷാറാക്കി തിയേറ്ററിൽ കൊണ്ടുപോയിട്ടെ അവിടെ പോയാലും തല കറങ്ങിയാലോ? കഴിയില്ല മോളെ, എനിക്കാലും മിണ്ടാതിരിക്കുന്നതാ. ഞാനൊന്നും ചില്ലാകാൻ ഇങ്ങോട്ട് വന്നത്, അപ്പൊ ഇവിടെ അതിനേക്കാളും പ്രശ്നമാണല്ലോ. എന്തായാലും ഏട്ടൻ ടിക്കറ്റ് എടുത്തല്ലേ, നമുക്ക് പോയാലോ? ചേച്ചി അവിടെ കിടന്നോട്ടെ. അതാ നല്ലത്. എന്റെ ചേച്ചിക്ക് പുറത്ത് വരാനേ മടിയാ. ഏത് സമയം ആ റൂമിന്റെ തന്നെ അവിടെ തന്നെ ഇരുന്നോട്ടെ. എന്നാ പിന്നെ നമുക്ക് പുറത്തുനിന്നൊരു ഭക്ഷണം കഴിച്ച് സിനിമ കയറിയല്ലോ. എന്നാ ഏട്ടൻ നേരെ റെഡിയാവ്, നമുക്ക് ഇറങ്ങാം. ഒന്ന് ഒറ്റ മിനിറ്റ്, ഞാൻ ബാക്ക് ഡോർ ലോക്ക് ചെയ്തിട്ടില്ല. വെറുതെ ഏട്ടൻ്റെ ഒരു ദിവസം കളയണ്ടാവട്ടെ ഞാൻ പോവാ പറഞ്ഞതാ. എന്തായാലും നിനക്ക് വരാൻ പറ്റില്ലല്ലോ. കുഞ്ഞുസേ, നീ വരുന്നോടാ? കുഞ്ഞ് വരുന്നില്ല, അമ്മയ്ക്ക് ശുഭമല്ലാത്തല്ലേ. കുഞ്ഞ് അമ്മന്റെ കൂടെ ഇരിക്ക. എന്നാ നീ ഇവിടെ ഇരുന്നോ, ഞാൻ ഒന്ന് മേക്കപ്പ് ചെയ്യട്ടെ. ഇങ്ങനെ പോയിക്കൂടായിരുന്നോ? കുഞ്ഞ് അമ്മന്റെ വീട്ടിൽ എവിടെയും പോയില്ല. അഞ്ചു, നീ എന്റെ വാട്സപ്പിലേക്ക് അയച്ചാൽ മതി കേട്ടോ. ഇപ്പൊ തന്നെ അയക്കും. ശരി. നിങ്ങളത് എന്തിനുള്ള പരിപാടി കേട്ടാ? അഞ്ജുന് ബാംഗ്ലൂർ ജോലി ശരിയായിരിക്ക, അത് മുടക്കാൻ നോക്കുക. എന്തായിട്ട് നീ അങ്ങനെ പറഞ്ഞത്? അല്ലെങ്കിൽ ആ കുട്ടി ഒറ്റയ്ക്ക് ബാംഗ്ലൂർ പോയി ജോലി ചെയ്തിരിക്കുകയാണോ? അവൾക്ക് അതൊന്നും ഇഷ്ടമല്ല എന്നോട് പറഞ്ഞത് ഇവിടെ നോക്കാൻ. ഞാൻ ഒരാളോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്, മിക്കവാറും അടുത്ത ആഴ്ച അവൾക്ക് ജോലി കിട്ടും. പിന്നെ അവൾക്ക് ഇവിടെ ഇരിക്കാലോ. ഇവിടെ ഇരിക്കാനോ? എന്തിന്? അതൊന്നും ശരിയായില്ലേട്ടാ.
അവൾ ഇവിടെ ഇരുന്ന് എന്താ പ്രശ്നം? നിന്റെ അനിയത്തി തന്നെയല്ലേ? ഞാൻ അത്രയും പറഞ്ഞുകൊണ്ട് മാത്രം ഈ ജോലി തന്നെ കിട്ടുന്നത്. പിന്നെ ഇവിടെ ജോലി ചെയ്യുമ്പോ നമുക്ക് അവളെ പുറത്ത് താമസിക്കാൻ പറ്റുമോ? അല്ല, ഇതൊക്കെ ആരെയും തീരുമാനം എടുക്കണത്? ഒന്നില്ലെങ്കിൽ അവളുടെ ചേച്ചിയില്ലേ ഞാന്, അപ്പൊ അവളുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം എടുക്കുമ്പോ എന്നോട് കൂടെ ഒന്ന് ചോദിക്കണ്ടേ? എടി, അവൾക്ക് ഇവിടെ ജോലി ചെയ്യാൻ താല്പര്യമുണ്ട്, അതുകൊണ്ട് ഞാൻ ജോലി ശരിയാക്കി കൊടുത്തു. അത് നിന്നോട് തന്നെ ചോദിക്കുന്നത്, അവളല്ലേ ജോലി ചെയ്യുന്നത്. ഓടിയാടുന്നിരുന്നു. അങ്ങനെ വിട്ടാ ശരിയാവില്ലല്ലോ. സന്ധ്യ പറയുന്നതുകൊണ്ട് ഒന്നും വിചാരിക്കല്ലേ. എനിക്ക് നീയായിട്ട് ഇനി അഡ്ജസ്റ്റ് ചെയ്ത് പോവാൻ തീരെ പറ്റില്ല. ഞാൻ എങ്ങനെയൊക്കെ ഒരു ജോലി ശരിയാക്കി കൊടുത്താ നിന്റെ അനിയത്തിക്ക്. നീ അതിന്റെ വീട്ടിൽ പറഞ്ഞിട്ട് മുടക്കിയല്ലേ? അതെന്തായിക്കോട്ടെ, എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്, അവക്ക് എന്നെയും. ഞങ്ങൾ രണ്ടാളും കൂടി ഇവിടുന്ന് പോവാണ്. പിന്നെ നീ ഇതിന്റെ പേരിൽ പോലീസ് സ്റ്റേഷനിലും അവിടെ നിന്ന് പരാതി കൊടുക്കണ്ട. കൊടുത്തിട്ടും കാര്യമില്ല. ഡിവോഴ്സ് എന്തെങ്കിലും വേണമെങ്കിൽ നീ പറഞ്ഞാൽ മതി, ഞാൻ ഒപ്പിട്ടുതരാം. എന്താ അമ്മ കരീന? അച്ഛൻ അവിടെ പോയി. ചേച്ചി, എന്റെ ഫ്രണ്ട് അടുത്തൊരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവളാ പറഞ്ഞത് നീ നാട്ടിൽ വാടകയ്ക്ക് ഇരിക്കുന്നുള്ളത്. മക്കള് പോയിട്ട് 5-6 മാസമായില്ലേ, അപ്പൊ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാ. അല്ല, മറ്റവനോടെ? ഞാൻ ആരെ വിളിച്ചാൽ നിനക്കെന്താടി? നിനക്കെന്റെ ഫോൺ ചെക്ക് ചെയ്യണല്ലേ? കൊറേ ദിവസമല്ലോ താന്ന് തുടങ്ങിട്ട്. എന്തേ, ഞാൻ ഒന്നും അറിയില്ല വിചാരിച്ചാ? നീ അറിഞ്ഞ എനിക്കൊരു ചുക്കൂലടി. സ്വന്തം ഭാര്യനെയും കുഞ്ഞിനെ വിട്ട് നിന്റെ കൂടെ ഒളിച്ചോടുക അന്ന് തുടങ്ങിയതാണ് എന്റെ കഷ്ടകാലം. ഭാര്യന്റെ അന്യത്തിനോട് ഒളിച്ചോടി പോയ കാരണത്തിൽ എന്റെ ജോലിന്ന് ഒഴിവാക്കി. എനിക്ക് നാണക്കേട് പോയെന്ന് എന്റെ നാട്ടിൽ പോകാൻ പറ്റുന്ന എന്റെ ഫ്രണ്ട്സ് ഒഴിവായി. ഇത്രയും പഠിച്ചിട്ട് ഞാനിപ്പോ എന്ത് ജോലി ചെയ്യുന്നറിയോ? ഈ ടെൻഷൻ തീർക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് പെണ്ണുങ്ങളെ വിളിച്ചെന്നിരിക്കും. അത് ചോദ്യം ചെയ്യാൻ നിനക്ക് എന്ത് യോഗ്യത അടിയുള്ളത്? അപ്പൊ എന്റെ ജീവിതോടാ നിന്റെ കൂടെ ഓടി വന്നതിന് ശേഷം എന്റെ ജോലിയും പോയി വീട്ടിലും കയറ്റുന്നില്ല. നാണക്കേടായിട്ട് ഒളിഞ്ഞ് ജീവിക്കും ഞാനിപ്പോ. ഞാൻ പറഞ്ഞിട്ട് എന്റെ കൂടെ തന്നെ നിൽക്കേ. നിന്റെ കൂടെയുള്ള പൊറുതിയില്ലേ, അത് ഇന്നത്തോടെ നിർത്തി. ഇപ്പൊ ചാവടി. അന്ന് പോയതാ, 1 മാസം കഴിഞ്ഞു, ഒരു വിവരമില്ല. ഞാനാകെ പെട്ടുപോയിച്ച്. നന്നായടി, അവൻ എന്നെ പറ്റിച്ചിട്ട് നിന്റെ കൂടെ വന്നു. അപ്പൊ നിന്നെ ചതിച്ച് വേറെ ഏതെങ്കിലും പെണ്ണിന്റെ കൂടെ പോയിട്ടുണ്ടാകും. ഇങ്ങനെയുള്ളവന്മാരൊക്കെ ഇതേ ചെയ്യുള്ളടി. അപ്പോഴത്തെ ഒരു ബുദ്ധിമോശം ചെയ്തയച്ച് എന്റെ സർട്ടിഫിക്കറ്റ് ഉള്ള വീട്ടില. ഇപ്പൊ വീട്ടിലും കയറ്റുന്നില്ല, നാട്ടിലും പോകാൻ പറ്റുന്നില്ല. ചേച്ചി ഒന്ന് അച്ഛനും അമ്മൻ്റെ അടുത്ത് സംസാരിക്കോ? ചേച്ചി പറഞ്ഞ ചിലപ്പോ അവര് ക്ഷമിക്കും എന്നോട്. നിന്റെ അവസ്ഥ കണ്ടിട്ട് ചേച്ചിക്ക് നല്ല സങ്കടമുണ്ട് മോളെ. പക്ഷെ എന്നാലും ഞാൻ നിന്നോട് ക്ഷമിക്കില്ല. കാരണം നിന്നെ പോലെ ചെയ്യുന്ന ഒരുപാട് പെണ്ണുങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്കൊക്കെ നീ ഒരു പാഠമായിരിക്കണം. ഈ അവിഹിതം എന്നൊക്കെ പറഞ്ഞാലേ അതൊക്കെ കുറച്ചു കാലത്തേക്കേ ഉള്ളൂ മോളെ. അത് കഴിഞ്ഞിട്ടൊരു ജീവിതമുണ്ട്, നരകമായിരിക്കും ഇപ്പൊ നീ അനുഭവിക്കുന്ന പോലെ. മോക്കറിയില്ലേ, ചേച്ചി ഭയങ്കര പാവമായിരുന്നടേ. ഒരാളുടെ ആശ്രയം ഇല്ലാണ്ട് എനിക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. നിങ്ങൾ എന്നോട് അങ്ങനെ ചെയ്തപ്പോഴേ കുറെ ഞാൻ ഇരുന്ന് കരഞ്ഞു. പക്ഷെ അവസാനം എനിക്ക് മനസ്സിലായി, ഞാൻ എന്തിനാ നിങ്ങളെ പോലുള്ള 2 വേസ്റ്റുകൾക്ക് വേണ്ടി എന്റെ ജീവിതം ഇങ്ങനെ കരഞ്ഞു തീർക്കണമെന്നുള്ളത്. എന്തായാലും കുറെ പഠിച്ച് വെറുതെ വീട്ടിലിരിക്കായിരുന്നില്ലേ, ഒരു ജോലിക്ക് ശ്രമിച്ചു. നല്ലൊരു ജോലിയും കിട്ടി, നല്ല ശമ്പളവും ഇപ്പൊ വാങ്ങുന്നുണ്ട്. അപ്പൊ ഞാനും എൻ്റെ കുഞ്ഞെ നല്ല ഹാപ്പി ആയിട്ട് തന്നെയാ കഴിയുന്നത്. നല്ല രീതിക്ക് കഴിഞ്ഞ നിന്റെ ജീവിതം ഒരഭിഹിതം കൊണ്ട് ഇപ്പൊ ഇങ്ങനെയൊക്കെ ആയില്ലേ? നിങ്ങളും കണ്ടു പഠിച്ചോ, ഇതുപോലെ ചെയ്യുന്നവർക്കേ അവസാനം ഇതായിരിക്കും അവസ്ഥ. ഒന്ന് പോട്ടെ മോളെ. ഇതുപോലെ ഭാര്യയെ അറിയാതെ ഭർത്താവിനെയും
ഭർത്താവ് അറിയാതെ ഭാര്യനെയും പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒന്ന് ഓർക്കുക, നിങ്ങൾ ചെയ്യുന്ന അവിഹിത ബന്ധം ഇപ്പോൾ പിടിക്കപ്പെട്ടില്ല എന്ന് പറഞ്ഞ് ഒരിക്കലും സന്തോഷിച്ചിരിക്കരുത്. നമ്മൾ ചെയ്യുന്ന തെറ്റിന്റെ ഫലം തീർച്ചയായും നമ്മൾ തന്നെ അനുഭവിക്കണം. അത് ഈ പ്രകൃതിയുടെ നിയമമാണ്, അത് ആർക്കും മാറ്റാൻ കഴിയില്ല. സ്വന്തം മക്കളും കുടുംബത്തോടൊപ്പം കഴിയുന്നതിൻ്റെ സുഖം ഒരു അവിഹിത ബന്ധത്തിനും തരാൻ കഴിയില്ല. അത് മറക്കാതിരിക്കുക. അപ്പോൾ സ്വന്തം ജീവിതം കുളമാക്കാതിരിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക.